ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണർ കടുത്ത നടപടിയിലേക്ക്. രജിസ്ട്രാറായ KS അനിൽകുമാറിനെയും ജോയിന്റ് രജിസ്ട്രാറായ P ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യും. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് നീക്കം. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടും. വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള സർവകലാശാലയിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ച വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിഷയങ്ങൾ സർവകലാശാലയെ ആകെ വലിയ രീതിയിലെ സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ സസ്പെൻസ് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനുള്ള കടുത്ത നടപടിയിലേക്ക് രാജ്ഭവനും ഗവർണർ RV ആർലേക്കറും നീങ്ങുന്നു എന്നുള്ളതാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ അങ്ങനെ ഒരു നിയമോപദേശം രാജ്ഭവൻ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ജോയിന്റ് രജിസ്ട്രാറും അവർക്കെതിരെ നടപടി മാത്രമല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടിക്ക് രാജ്ഭവൻ ആലോചിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളോട് ഒരു വിശദീകരണം തേടാനാണ് നീക്കം. അതിനുശേഷം അവർക്കെതിരായ നടപടിയെടുക്കും. ഒരു ഘട്ടത്തിൽ ഈ സിൻഡിക്കേറ്റിനെ ആകെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം കൂടി രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിനെ ഇതുപോലെ പിരിച്ചുവിട്ട സംഭവത്തിൽ പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആ തീരുമാനം മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റിനെ ആകെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കത്തിൽ നിന്ന് രാജ്ഭവൻ അല്പം പിറകോട്ട് പോകുന്നത്. പകരം സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം തേടാനും അതിനുശേഷം അവർക്കെതിരെ നടപടിയെടുക്കാനുമാണ് നീക്കം. മാത്രമല്ല, കോടതി ലക്ഷ്യ നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജേഷിനെതിരെ ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തേടും. അതിനുശേഷം അദ്ദേഹത്തിനെതിരെയും നടപടിയെടുക്കും. മാത്രമല്ല, കോടതി ലക്ഷ്യത്തിന് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് രാജേഷിനെതിരെ കേസ് കൊടുക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഏതായിരുന്നാലും രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ, അതുകൂടാതെ തന്നെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള കടുത്ത നടപടിയിലേക്കാണ് ഗവർണർ കടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമപോരാട്ടത്തിന് സർക്കാരും അതുകൂടാതെ തന്നെ CPIM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളും നീങ്ങും. ഗവർണർക്കെതിരെ ശക്തമായ നിയമ നടപടിക്കൊപ്പം ശക്തമായ സമര പരമ്പരകളും SFI ഉൾപ്പെടെയുള്ള DYFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ നടത്തും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം തെരുവിലും കോടതിയിലും ഇനി വലിയ രീതിയിൽ ശക്തമാകാനാണ് നീക്കം.